കൊച്ചിയിൽ ഊഷ്ണം കനക്കുന്നു. നഗരത്തിലെ രണ്ടിടങ്ങളിൽ കാടുപിടിച്ചു കിടന്ന പ്രദേശത്ത് തീപിടിച്ചു. അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിനും കണ്ടങ്ങാട്ട് ഇടക്കുച്ചി പാലത്തിനുമിടയിലുള്ള പ്രദേശത്ത് വൻ തീപിടുത്തമാണ് ഉണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി. കൊച്ചിയിലെ അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിനും കണ്ണങ്ങാട്ട് ഇടക്കുച്ചി പാലത്തിനും സമീപമായി ഒഴിഞ്ഞുകിടക്കുന്ന കുറ്റിക്കാടുകൾക്കാണ് തീപിടിച്ചത്. തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വേനൽക്കാലമായതോടെ ഒഴിഞ്ഞ പറമ്പുകളിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള കുറ്റിച്ചെടികൾക്കും കാടുകൾക്കും തീപിടിക്കുന്നത് പതിവാണെങ്കിലും ഐലൻഡിലുള്ള ഈ പ്രദേശങ്ങളിൽ എല്ലാ വർഷവും തീപിടിക്കുന്നത് പതിവാണ്. ശക്തമായ കാറ്റുള്ളതിനാൽ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണെന്ന് കൊച്ചിൻ പോർട്ട് അതോറിറ്റി ചീഫ് ഫയർ ഓഫീസർ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇത് എപ്പോഴാണ് സംഭവം? ഏകദേശം ഒരു 2 മണിയോട് കൂടിയാണ് സംഭവിച്ചത്. പുക കണ്ടതോടെ വിളിച്ചു. ഫയർ സർവീസ് ഇവിടെ എത്തപ്പോഴേക്കും നല്ല സ്പ്രെഡായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ഒന്നിച്ച് സ്പ്രെഡാവുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഫയർ ടെൻഡർ ഇവിടെ കൊച്ചിൻ പോർട്ടിൻ്റെ ഫയർ ടെൻഡർ വന്നു. അതുപോലെ കേരള മട്ടാഞ്ചേരി ക്ലബ് റോഡ് ഫയർ സ്റ്റേഷൻ അപ്പത്തിന് ഇവരെ അറിയിച്ചു. അവരും വന്നു. ഇതോടെ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാറ്റ് കാരണം ഞങ്ങൾക്കൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ഫയർ ഫൈറ്റിംഗ് ചെയ്ത് പോകുമ്പോഴേക്കും മറ്റേ സൈഡിലൂടെ സ്പ്രെഡ് ആവുകയാണ്. അത് വേറെ ഒന്നുമില്ല, പുല്ലാണ് കത്തുന്നത്. ഇവിടെ നാച്ചുറലായിട്ടുള്ള ഫയർ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കൊച്ചിൻ പോർട്ട് അതോറിറ്റി 2 ബ്രാഞ്ചുകൾ, ഒന്ന് ആ ബാർജിൻ്റെ അവിടെ ഒന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കായലിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കുറച്ച് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേരുണ്ട്? 1 മണിക്കൂർ കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം. കാറ്റാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എത്ര പേരുണ്ട് യൂണിറ്റിൽ നിങ്ങൾ ടോട്ടൽ? ഇപ്പോൾ ട്രെയിനീസ്, കൊച്ചിൻ പോർട്ടിൻ്റെ 2 യൂണിറ്റും ട്രെയിനീസ് എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ 25 പേരോളം ഇപ്പോൾ സൈറ്റിലുണ്ട്. അത് കൂടാതെ കേരള ഫയറിൻ്റെ ആളുകളുണ്ട്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ 25ഓളം വരുന്ന അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ക്ലബ് റോഡിൽ നിന്നെത്തിയിട്ടുള്ള ഫയർ യൂണിറ്റിലെ സീനിയർ ഫയർ ഓഫീസർ രഞ്ജിത് കുമാർ ആറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന അംഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്നിരക്ഷാസേനയുടെ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് കായലിൽ നിന്ന് ജലം പമ്പ് ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 6 യൂണിറ്റോളം ഫയർ യൂണിറ്റുകൾ വന്നെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി കൊച്ചിൻ പോർട്ട് അഗ്നിരക്ഷാസേന മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.